നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു. വാർത്തകളിൽ നിറഞ്ഞ ഒരു ദിനമാണെന്ന് ഇന്നത്തെ ദിവസം തുടക്കമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം വയനാട്ടിൽ നിന്നുള്ള അതിദാരുണമായ ഒരു വാർത്തയാണ്. നമുക്കറിയാം, വയനാട് വന്യമൃഗശല്യം രൂക്ഷമായ ഇടമാണ്. കടുവയുണ്ട്, ആനയുണ്ട്, ഇങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ജനവിഭാഗമാണ് വയനാട്ടിൽ. അവിടെ നിന്നാണ് ഇന്ന് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വരുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെ കണ്ണോടിക്കാനും ഇന്നത്തെ ന്യൂസ് ട്രെൻഡ്സ് ഈ 2 മണിക്കൂറിൽ സമയം മാറ്റിവെക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ വളരെ വേഗത്തിൽ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് പയ്യപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. ചാലുഗഡ പനച്ചിൽ അജി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. വീടിന്റെ മതിൽ തകർത്തു വന്ന ആന മുറ്റത്തു വെച്ചാണ് അജിയെ ആക്രമിച്ചത്. കർണാടക സർക്കാർ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമിച്ചത്. ആ ദാരുണമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഉണ്ടാവുന്നത്. അവിടെ നിന്നും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അത് നിങ്ങൾ ഞങ്ങളുടെ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ആരും തല്ലിക്കൊല്ലല്ല. ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടിക്കരി മരം മുറിക്കാരെല്ലാം ഞങ്ങളുടെ അടുക്കുമ്പോൾ എല്ലാം ആനയുണ്ട്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി കാട്ടിക്കാരിട്ടാണ്. ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. സാധാ പോലീസുകാരാണല്ലോ കുത്തുമോലെ ഇപ്പോൾ ഉള്ളത്. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റി? 4 ആളെ കൊണ്ട് നിങ്ങൾ ഇത്രയും കളക്ടർ ഇല്ല, DMO ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റ് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. നമുക്കതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്വാഭാവികമാണ്, കാരണം വയനാട് വലിയ വന്യമൃഗ ആക്രമണം നേരിടുന്ന ഇടമാണ്. കടുവയുടെ ശല്യം, കടുവ ജനജീവിതത്തിന് ദുസ്സഹമാവുന്ന സാഹചര്യം. ആനയിറങ്ങുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പന്റെ വാർത്തകൾ വന്നതിന് തൊട്ട് പിന്നാലെയാണ് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആന കൂടി ഇവിടേക്ക് വരുന്നത്. ഈ സംഭവം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം ചേരും. കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കുമെന്നും ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കി. വളരെ ഉത്കണ്ഠക്കും വേദനക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയ സംഭവവികാസങ്ങളാണ് വയനാട് മേഖലയിലെ കർഷകരുടെ ഇന്നത്തെ അനുഭവമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ അവർ പ്രതിഷേധിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രയും ഗുരുതരമായ അവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് സമാനമായ രീതിയിൽ ഒരു തണ്ണീർക്കൊമ്പൻ, കർണാടകയുടെ കോളർ ID ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ വയനാട് മേഖലയിൽ വരികയും ഒടുവിൽ അത് ദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവമാണ് നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം നിലനിൽക്കുന്നത്. ഇത്തവണയും അതേ രൂപത്തിലുള്ള ആനയാണ് വന്നതെങ്കിലും അന്ന് തണ്ണീർക്കൊമ്പൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ഇത് വന്നു കയറിയ ഉടനെ തന്നെ ഒരു വീട്ടിലെ മുറ്റത്ത് മതിൽ തകർത്ത് കടന്നു ചെന്ന് ഗൃഹനാഥനെ ചവിട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ ഘട്ടത്തിൽ
ഈ കാട്ടാനയെ എന്ത് ചെയ്യണം എന്നതാണ് ആദ്യമായി ആലോചിക്കാനുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണമോ എല്ലാ ആനപരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണമോ എന്നൊരു പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. അതിന് കാലതാമസം ഉണ്ടാവുകയില്ല. വയനാട്ടിലെ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നം സംബന്ധിച്ച്, ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ രാവിലെ സംസാരിച്ചു. അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടും എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും സംഭവസ്ഥലത്ത് ചെല്ലാനും അവിടുത്തെ പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാനുള്ള അടിയന്തര ശ്രദ്ധയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റ് സാങ്കേതിക വിഷയങ്ങളൊക്കെ പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അത് ആ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്ന് എത്തിയ സമയം അങ്ങനെ ഒരു അല്ലത് നല്ല പുലർച്ചെയാണെന്നാണല്ലോ നമുക്ക് കിട്ടിയുള്ള റിപ്പോർട്ട്. പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കടുവയിറങ്ങി വനം വകുപ്പ് ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഭീതിജമായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട. അതിനെ ചെറുതായി കാണാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളും അതിനെ ചെറുതായി കാണാനല്ല ശ്രമിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രിയുടെ സ്വാഭാവിക പ്രതികരണം അത് തന്നെയാണ് വാക്കുകളിലുള്ളത്. പക്ഷേ ആ പ്രതികരണത്തിലും വ്യക്തത വരുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജനവാസികൾ ഉയർത്തുന്ന ചോദ്യമുണ്ട്, അതിൽ വ്യക്തത, അതിൽ മന്ത്രി നൽകേണ്ട വ്യക്തതയുണ്ട്. ഒപ്പം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കേരളത്തിൻ്റെ വനമേഖല വിട്ട് ജനവാസ മേഖലയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല, പിന്നെ റേഡിയോ കോളർ എന്തിനാ എന്ന ചോദ്യങ്ങളടക്കം നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ മുന്നിൽ, വനംവകുപ്പിൻ്റെ മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ പ്രദേശവാസികളുടെ ശബ്ദമടക്കം അങ്ങേയറ്റം പ്രസക്തമാണ് താനും. എന്തായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കാം. അതിനു മുമ്പ് ജിൻസ് തോട്ടുകര വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ജിൻസ്, അവിടുത്തെ സാഹചര്യം അങ്ങേയറ്റം മോശമാണ്, ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് ജനങ്ങൾ പറയുന്നത്? സഞ്ജിത്ത്, വയനാട് മാനന്തവാടിയിൽ വൻ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പയ്യമ്പള്ളിയിൽ അതിദാരുണമായ സംഭവം നടക്കുന്നത്. അജിത്തായിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം വലിയ പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. വനംവകുപ്പ് വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ്, വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണം. അതുപോലെ തന്നെ വന്യമൃഗ പ്രതിരോധ മാർഗങ്ങൾ ഊർജിതമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഈ മാനന്തവാടിയിൽ ജനകീയ പ്രക്ഷോഭം നടക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ ഈ നഗരം സ്തംഭിപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടി നഗരം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കോഴിക്കോട് അതുപോലെ തന്നെ മൈസൂർ, കണ്ണൂർ റോഡുകളാണ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും തടയുന്നുണ്ട് സർക്കാർ. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും തടഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. കളക്ടറോ അല്ലെങ്കിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ നേരിട്ട് ഇവിടെ എത്തണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഈ കാട്ടാനയെ ഇവിടെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടാന ഇപ്പോൾ കുറുവ കാടുകൾ അതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലയായ പടമല ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വനമാനവർ ഇവിടെ ഈ ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉത്തരമേഖല CCF KS ദീപ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നു കർണാടകയിൽ നിന്നും മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന കേരളത്തിൽ എത്തിയിരുന്നുവെന്ന്. വയനാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു കോഴയാന എത്തിയത്. മുത്തങ്ങിയിലായിരുന്നു ഈ ആനയെ ആദ്യം കണ്ടത്. ഉടനെ തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലെ ആരോപണം. നേരത്തെ ഈ തണ്ണീർക്കൊമ്പന്റെ കേസിലും ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതായത് വനംവകുപ്പ് അവിടെ നിന്ന് പിടികൂടി ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം 200 കിലോമീറ്റർ അകലെ ഇപ്പുറമാണ് മാനന്തവാടിയിൽ വീണ്ടും ഈ ഇത്തരത്തിൽ ഭീതി വിധിച്ചുകൊണ്ട് തണ്ണീർക്കൊമ്പൻ എത്തുകയുണ്ടായത്. എന്തായാലും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ഇതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള ആരോപണമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ കർണാടക വനംവകുപ്പിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിൽ വരുന്നത്. പലതവണ
കത്തയച്ചിട്ടും ഈ റേഡിയോ കോളറിന്റെ ആന്റിനയോ റിസീവറോ ലഭ്യമാക്കിയിട്ടില്ല എന്നാണ് നിലവിൽ ഇവിടുത്തെ വനം വകുപ്പ് പറയുന്നത്. ഈ കാട്ടാനയുടെ റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക തയ്യാറായില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ എത്തിയിട്ടും അറിയാതിരുന്നത് എന്നാണ് ഇവിടുത്തെ വനംവകുപ്പ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് ഈ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്ന ഈ പ്രദേശത്ത് കുറുക്കമൂല അതുപോലെ തന്നെ കുറുവ, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ട്രാക്ടർ ഡ്രൈവർ കൂടിയായിട്ടുള്ള ഒരു ആളാണ് കൊല്ലപ്പെട്ട അജി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ മാനന്തവാടിയിൽ നടക്കുന്നത്. ശരി, യെസ്, ജിൻസിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് എന്താണ് ഈ സാഹചര്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്ന വിശദ പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യെസ്, ഗുരുവായൂരപ്പൻ വന്യജീവി ഗവേഷകൻ, ഒപ്പം തന്നെ അലക്സ് മാത്യു കെഫേയുടെ പ്രതിനിധി, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, രാജ്യത്ത് അങ്ങേറ്റം ശക്തമായ വന നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്, തർക്കമൊന്നുമില്ല. നമുക്ക് മുമ്പ് പല അനുഭവങ്ങളുണ്ട്. സർക്കാരുകൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നത് ആശയക്കുഴപ്പത്തിൽ പെടുന്നതൊക്കെ ഈ വന നിയമങ്ങളുടെ ശക്തി കൊണ്ടും അതിൻ്റെ പ്രസക്തി കൊണ്ടുമാണ്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അതിനുമപ്പുറം ഇത്തരത്തിൽ ആനകളെ അല്ലെങ്കിൽ വന്യജീവികളെ അത് ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത്തരം സാധ്യതയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാണോ റേഡിയോ കോളർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രസക്തമായ ഒന്ന്, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ഒരു വീട്ടുമുറ്റത്തിരിക്കുന്ന ഒരാളെ വന്ന് ആക്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് നമുക്ക് സംഭവിക്കുന്നത് എവിടുത്തെ പ്രശ്നമാണ്? കർണാടക സിഗ്നൽ കൊടുത്തില്ല, കേരളത്തിൽ കിട്ടിയില്ല തുടങ്ങിയ സംസ്ഥാനതല ചർച്ചകളും വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷേ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തിന് ഈ സംവിധാനങ്ങൾ? തീർച്ചയായിട്ടും ഞാനത് അങ്ങ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം തീർച്ചയായിട്ടും സർക്കാർ സിസ്റ്റത്തിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. ഞാൻ ആദ്യമേ ആ ഒരു ആംഗിൾ തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ച്, അതായത് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ, പ്രത്യേകിച്ച് വന അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾ. എല്ലാവരും അതുപോലെ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ എന്ന് വെച്ചു. പക്ഷേ ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും പല സിസ്റ്റമും പ്രവർത്തിക്കാതെ പോയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് വന അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ അവരുടെ നിലനിൽപ്പ് എന്നും ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, കാലാകാലങ്ങളായിട്ട് ജനങ്ങൾ കാടുമായിട്ടൊക്കെ യോജിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, ഇന്നും യോജിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഘർഷം എന്നുള്ള തലത്തിലേക്ക് നീങ്ങിയത് ഈ അടുത്ത കാലത്തായിട്ടാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം കാടുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അകന്നു പോയത് കൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങളുമായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അവരുടെ സഞ്ചാരം കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും ഒരുപക്ഷെ പൂർണ്ണമായിട്ടും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ജനങ്ങൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് മൃഗങ്ങൾ ജനങ്ങളെ കാണും, ജനങ്ങൾ മൃഗങ്ങളെ കാണും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിക്കാണ് രണ്ട് ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രതികരിക്കേണ്ടതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ഈ ജനങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക്, കാരണം ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ചെറിയ കുഞ്ഞു സ്ഥലത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ജീവസന്ധാരണ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഈ കാടുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ സ്വാഭാവികമായിട്ടും അകന്നു. അതിനകത്ത് ഈ പറഞ്ഞ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് വെള്ളത്തിന് വേണ്ടിയിട്ടോ മറ്റ് അവരുടെ സ്വന്തം മേഖലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കാനായി അവര് ആളുകളെ ആക്രമിച്ചിട്ടുമുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വന്യമൃഗങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പിന്റെ ഇടപെടൽ കൃത്യമായിട്ട് ആവശ്യമുണ്ട്. ശരി, അവിടെയാണ് ചോദ്യം. എന്തായാലും ഈ ഏറ്റുമുട്ടൽ ഇങ്ങനെ ശക്തമാകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വയനാട് തന്നെ ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപെടണം എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തം. അത് തന്നെയാണ് നമുക്ക് പരിശോധിക്കേണ്ടതും. അലക്സ് മാത്യു കൂടി നമുക്കൊപ്പമുണ്ട്. അലക്സ് മാത്യു, താങ്കൾ ഈ ജനങ്ങൾ വന്യമുഖ മേഖലയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ നേരിടുന്ന പ്രതിസന്ധി ഒരുപക്ഷെ
ഈ നഗരമേഖലകളിലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾ നേരിടുന്ന സംഘർഷം പല തരത്തിലുണ്ട്. അത് അങ്ങേയറ്റം മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും ഇങ്ങനെ ജീവൽ ഭയത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന അവസ്ഥ ഇതിങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിൽ പോലും നമ്മുടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണം തരേണ്ടവർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നത് ഒരു പരിധിവരെ മന്ത്രി പോലും അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? ഇല്ല, ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? അതായത് നമ്മൾ ഈ വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്നവർ നേരിടുന്ന പ്രതിസന്ധി അതൊരു പക്ഷേ ഈ നഗരപ്രദേശങ്ങളിലും മറ്റുമുള്ളവർക്കോട് എത്ര പറഞ്ഞാലും ഒരു പക്ഷേ മനസ്സിലാക്കണമെന്നില്ല. കാരണം അതൊരു പ്രത്യേകതര പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്നത്. നിരന്തരമായ ജീവൽ ഭയത്താൽ താമസിക്കുന്നു. അതേസമയം വന നിയമങ്ങൾ അവിടെ ഇടപെടുന്നതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ് ഒരു വീട്ടിലേക്ക് ആക്രമണം നടത്തുന്നത്. അവിടെയാണ് പിന്നെ എന്തിനാണ് ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ, എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന ചോദ്യം ഉയരുന്നത്? ഹലോ, യെസ് അലക്സ് മാത്യു, താങ്കളൊന്ന് തുടരുക. ശ്രീ ഗുരുവായൂരപ്പൻ, നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ വനനിയമങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇടപെടുന്നതിനുള്ള പരിമിതികൾ എപ്പോഴും സർക്കാരുകൾ ചൂണ്ടിക്കാട്ടി. അല്പസമയം മുമ്പ് നമ്മൾ AK ശശീന്ദ്രൻ മന്ത്രിയുടെ വാക്കുകൾ കേട്ടു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇടപെടുന്നു, അവിടേക്ക് പോകുന്നു, അവിടേക്കും പോകാൻ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു, മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു സ്വാഭാവിക വിഷയം മാത്രമാണ്. ഇത് നമ്മൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ നിരന്തരം ഇത് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. അവിടെയാണ് എന്ത് പരിഹാരം എന്ന ചോദ്യം ഉയരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ചോദ്യം ഞാൻ പറയുന്നത് കളക്ടർ ഇല്ല, DMO ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റോടെ കളക്ടറിനോട് പോയി അത് നിങ്ങൾ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ആരും തല്ലിക്കൊല്ലല്ല, ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടിക്കരി മരം മുറിക്കുകയല്ല, ഞങ്ങളുടെ അടുക്കുമ്പോൾ എല്ലാം ആനയത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി കാട്ടിക്കയറിയിട്ടാണ്. ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. കാട്ടിൽ കയറിയിട്ടല്ല ആക്രമിച്ചത്, പുല്ല് ചെത്താൻ പോയിട്ടല്ല, അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിട്ടല്ല. സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കാട്ടാന വന്ന് അതിന്റെ ആക്രമണത്തിൽ മരണപ്പെടേണ്ടി വരുന്ന ഒരു ഗൃഹനാഥന്റെ അവസ്ഥ, ആ കുടുംബത്തിന്റെ അവസ്ഥ, നാട്ടുകാരുടെ ഭീതി, അതിനാണ് നമ്മുടെ പൊതുസമൂഹം മറുപടി പറയേണ്ടി വരുന്നത്. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായി ഇത് മാറുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. കാരണം നേരത്തെ ജിൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ വിഷയത്തിൽ മുമ്പും അവിടെ ഇത്തരം സൂചനകളുണ്ടായിരുന്നു. ശ്രീ അലക്സ് മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ് മാത്യു, നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരാഴ്ച മുമ്പാണ് തണ്ണീർക്കൊമ്പൻ എന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന ജനവാസ മേഖലയിലേക്ക് വന്ന് ഒരു നഗരപ്രദേശത്ത് തമ്പടിക്കുകയും പിന്നീടുണ്ടായ കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വീണ്ടും ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന കേരള മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്, അതിന്റെ നിരീക്ഷണമുണ്ട് എന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രാഥമിക ഇൻഫർമേഷൻ ഉണ്ടായിട്ട് കൂടി പിന്നീട് ഒരു വീട്ടുമുറ്റത്തിലേക്ക് ഒരു ആന കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് അത് അറിയിക്കാൻ പറ്റുന്നില്ല? പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ എന്ന സ്വാഭാവിക ചോദ്യം ഞങ്ങൾക്ക് പോലും ഉണ്ടാവുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം, പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വയനാട്ടിലും കേരളത്തിലെ വനംവകുപ്പ് നടത്തിയ നരബലിയാണ്. നേരത്തെ സൈത്ത് പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച മുമ്പ് ഈ തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ വനംവകുപ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ കണ്ണൂർ CC ദീപ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, റേഡിയോ കോളർ ധരിപ്പിച്ച ഒരു ആന കൂടി കർണാടകയുടെ ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് ദീപ പറഞ്ഞത്. എന്താണ് ഈ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം? അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും അത് ജനങ്ങളെ അറിയിക്കാതെ, അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ കൃത്യവിലോപം, ക്രിമിനൽ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻബാബ അനിയബാബ കളിച്ച് അവരത് തന്നില്ല, ഇവർ പാസ്വേഡ് തന്നില്ല എന്ന് പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത്? വനമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന
മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അല്ല ഇനി എപ്പോഴാണ് ഇടപെടുന്നത്? അവരിനി രാഘുകാലം നോക്കണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടാൻ? എന്ത് നടപടി എടുക്കുന്നത്? അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും മാനന്തവാടി ടൗണിൽ ഇല്ല. അവിടെ RDO വന്നിട്ടില്ല, കളക്ടർ ഇല്ല, SP ഇല്ല, ഉത്തരവാദപ്പെട്ട ആരുമില്ല, DFO സ്ഥലത്തില്ല, അല്ലെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നില്ല. അവിടെ വളരെ വലിയൊരു ജനക്കൂട്ടം മാനന്തവാടി ടൗണിൽ അക്രമാസക്തരായിട്ട് നിൽക്കുകയാണ്. അവരെ പാസിഫൈ ചെയ്യാനോ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നടപടികൾ എടുക്കാൻ അവിടെ ആരുമില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, വയനാട് ജില്ലാ കളക്ടർ രേണു രാജ് അടിയന്തരമായിട്ട് CRPC 133(1) ഉപയോഗിച്ചുകൊണ്ട് ആ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണം. ആ ആനയെ കൊന്നേ പറ്റൂ. ഈ പറയുന്ന റേഡിയോ കോളർ തട്ടിപ്പാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത ഒരു നാട്, ഇതുപോലെ ഗതികെട്ട പൗരന്മാരുള്ള ഒരു നാട്, സിവിലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സമൂഹത്തിനും അപമാനമാണ്. ലോകത്ത് എവിടെയെങ്കിലും സഹിതം ഇതുപോലെ മനുഷ്യജീവന് തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും മുൻകൂർ പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് CGF പറഞ്ഞാണ് വേറെ ആന വരുന്നുണ്ടെന്ന്. എന്നിട്ട് പോലും മനുഷ്യജീവൻ സംരക്ഷിക്കാൻ പറ്റാത്ത ഈ വനംവകുപ്പ് എന്തിനാണ്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഡെറിലേഷൻ ഓഫ് ഡ്യൂട്ടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നടപടിയെടുക്കണം. വയനാട് നോർത്ത് DFO അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. റേഞ്ച് ഓഫീസർ ആരൊക്കെയാണോ ഈ പറയുന്ന ആനയെ ട്രാക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അവരെ വേണ്ടി വന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ അടിയന്തരമായിട്ട് ഉത്തരവിടുകയും ആ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്യണം. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഇത് വന്യജീവ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഇത് ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. 1987 ഇതേ മാനന്തവാടിയിൽ ഒരാളെ ആന കൊന്നപ്പോ അന്നത്തെ സബ് കളക്ടർ മാരപാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. അത് CRPC 133(1) പ്രകാരമാണ് ഉത്തരവിട്ടത്. ആനയെ വെടിവെച്ച് കൊന്നിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ഈ തണ്ണീർപന്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സംരക്ഷിക്കേണ്ടതും സ്പീഷീസിനെയാണ്. ഏഷ്യൻ എലഫൻസ് എന്ന സ്പീഷീസിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അത് കേരളത്തിൽ 6000 എണ്ണം ഉണ്ട്. ഇങ്ങനെ ആളെ കൊല്ലുന്ന 1, 2 അല്ലെങ്കിൽ 3, 4 ആനകളെ വെടിവെച്ച് കൊന്നെന്ന് വിചാരിച്ച് ഏഷ്യൻ എലഫൻസ് എന്ന് പറയുന്ന സ്പീഷീസിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ വയലന്റ് ആവുകയും വന്യജീവി സംരക്ഷണത്തോടും വനത്തോടും തന്നെ ജനങ്ങൾ വളരെ വൈകാരികമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. മനുഷ്യൻ ആളുകൾ, അതായത് വനത്തിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾ പങ്കെടുക്കാതെ ഒരു വന്യജീവി സംരക്ഷണമോ വനസംരക്ഷണം സാധ്യമാകുമോ? ഇവിടെ ഇപ്പൊ വേനൽക്കാലാണ് വരുന്നത്. ചെറിയൊരു തീപ്പൊരി മതി വനം മൊത്തം കത്തിപ്പോവാൻ. ഈ രീതിയിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ വനത്തിൽ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? ജനങ്ങൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവൂലേ? അതിനാര് സമാധാനം പറയും? ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലേക്ക് പോകും. ശരി, ശ്രീ അലക്സ് മാത്യു, ഈ നമ്മുടെ പൊതുസമൂഹത്തിനൊരു പ്രശ്നമുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ തണ്ണീർ കൊമ്പന്റെ കഥ കേട്ടപ്പോൾ, അതായത് അതിന്റെ ദുരന്ത കഥ ഏറ്റവും ഒടുവിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. കേട്ടപ്പോൾ ഇതിനെ പിടിക്കേണ്ടതുണ്ടോ, വനംവകുപ്പിന്റെ ഇടപെടലടക്കം അന്ന് പൊതുസമൂഹം, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്ന ചർച്ചകൾ അങ്ങനെയാണ്. അതിനെ ചോദ്യം ചെയ്യായിരുന്നു. അങ്ങേറ്റം ദൈന്യതയായി അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് എന്തിന് വനംവകുപ്പ് ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗം ന്യായീകരിക്കുകയല്ല, പക്ഷേ അവരും ഒരു പ്രതിസന്ധിയിൽ പെടുന്നുണ്ടോ? കാരണം എങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്നൊരു പ്രതിസന്ധി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ, ആദ്യം തന്നെ എന്റെ പേര് അലക്സ് ഒഴികയിൽ നിന്നാണ്, അലക്സ് മാത്യു എന്നല്ല. ഒരു ചെറിയ തിരുത്ത് പറയാണ്. ഓക്കെ, ഇതിനകത്ത് ഈ പ്രതിസന്ധി ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം സഞ്ജിത്തെ, ഈ പ്രതിസന്ധി അവർ വിളിച്ചു വരുന്ന പ്രതിസന്ധിയല്ലേ? റേഡിയോ കോളർ ധരിപ്പിച്ച ഒരു ആന വരുന്നുണ്ട് എന്നും അതിന്റെ വിവരങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും CCF, ഒരു DFI റേഞ്ചർ അല്ല പറഞ്ഞത്, CCFന്റെ സ്ഥാനത്തിരിക്കുന്ന ആളാ, കണ്ണൂർ റേഞ്ച് CCF ആ പറഞ്ഞത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ആരുടെ കുഴപ്പം? അതാണ് വനംവകുപ്പിന്റെ കുറ്റകരമായ ക്രിമിനൽ ഡെറിവേഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് അങ്ങനെ വെള്ളം പൂശുന്നതിൽ അർത്ഥമില്ല. ഇത് അവരുടെ കുറ്റകരമായ കൃത്യവിലോപം നടപടി എടുക്കണം. 2 വെടിവെച്ച് കൊല്ലണം. ഈ ആനയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് വേറെ യാതൊരു വഴിയുമില്ല. ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ആനകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കിഫ എന്ന സംഘടന തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ക്യാരിയിങ് കപ്പാസിറ്റി, വാഹക ശേഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആനകൾ പെരുകി എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇന്ത്യയിൽ മൊത്തം 30,000 ആനകളുണ്ട്. അതിൽ 15,000 എണ്ണം കേരളം, തമിഴ്നാട്, കർണാടക ഈ ഒരു ലാൻഡ്സ്കേപ്പിലാണ്. വയനാട് എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക ലാൻഡ്സ്കേപ്പിന്റെ കോൺഫ്ലുവൻസ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ വർഷം ജനുവരി, ഫെബ്രുവരി 10 ആയതല്ലേ ഉള്ളൂ. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 5 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ ഇത് 2ാമത്തെ ആള്, ബാക്കി 3 പേര് ഇടുക്കിയിൽ കൊല്ലപ്പെട്ടു. 5 പേര് 40 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര ആളുകൾ കൊല്ലപ്പെടും? അപ്പൊ ഇത്രയും ആനകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ വനങ്ങൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കൺസർവേഷനിസ്റ്റും മനസ്സിലാക്കണം. ആനകളുടെ എണ്ണം കുറയ്ക്കണം.
വേറെ പല രീതിയിൽ ആനകളെ ഉപയോഗിക്കാമല്ലോ. ഇപ്പൊ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ടൂറിസം രംഗത്ത് എത്ര വളരെ മികച്ച രീതിയിൽ അവർ ആനകളെ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറ്റാം. ആനകൾ കുറവുള്ള മറ്റു വനങ്ങളിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള പല പല രീതികളുണ്ട്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, ഇതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എണ്ണം 30,000 എന്നുള്ളത് പോലും ഇന്ത്യയിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലാണ്. ഇത് ഓരോ വർഷവും 2% CAGR വെച്ച് ഇതിന്റെ എണ്ണം കൂടുകയാണ്. ഒരു 500-600 ആനകൾ ഇന്ത്യയിലെ വനങ്ങളിൽ ഓരോ വർഷം കൂടുന്നു. ഈ രീതിയിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ ഒരു 30 വർഷം കൊണ്ട് ഇത് 60,000 ആനയാവും. 30,000 ആനകൾ തന്നെ ഒരു വർഷത്തിൽ ഏകദേശം 500-600 ആളുകൾ ഇന്ത്യയിൽ കൊല്ലുന്നുണ്ട്. അപ്പൊ ഈ 30,000 ആനകൾ 500 വരെ കൊന്നാല് ഈ 60,000 ആനകൾ എത്ര വരെ കൊല്ലും? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആനകളെ താങ്ങാൻ പറ്റില്ല, നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആനയുടെ കാര്യം മാത്രമല്ല, കടുവയുടെ കാര്യത്തിൽ ഇതേ പ്രശ്നമാണ് വയനാട് അഭിമുഖീകരിക്കുന്നത്. ശരി, അലക്സ് താങ്കളൊന്ന് തുടരുക. ശ്രീ ഗുരുവായൂരപ്പൻ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആനകൾ എങ്ങനെ കൂട്ടത്തോടെ അല്ലെങ്കിൽ വന്യജീവികൾ എങ്ങനെ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നു എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടാറ്. ഒന്ന്, നമ്മുടെ കാടിനുള്ളിൽ വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു, അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ അവിടെ രൂപപ്പെടുന്നു. അത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മാറ്റം, പരിസ്ഥിതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന കാര്യമാണ്. ഈ 2 കാരണത്തിലേക്ക് പോയാലും ഏതു തരത്തിൽ നമ്മൾ ഇക്കാര്യത്തെ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ വന വിഷയങ്ങളിൽ പൊതുവിൽ ഇടപെടാറുള്ള താങ്കളെ പോലെയുള്ളവർ ഈ വിഷയത്തെ എങ്ങനെ ഇടപെടണമെന്നാണ് കാണുന്നത്? വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് ഉത്തരം പറയേണ്ട ഒരു മേഖലയാണത്. ഇപ്പോൾ ശ്രീ അലക്സ് ഒഴികയിൽ പറയുന്ന പോലെ ഈ ഒരു വർഷം 300 ആനകൾ കൂടി കഴിഞ്ഞാൽ 30 വർഷം കൊണ്ട് ഇത്ര 60,000 ആനകൾ ഇത്ര പേരെ കൊല്ലും എന്നുള്ള അതിലൊന്നും യാതൊരു ലോജിക്കും ഇല്ല. നമുക്ക് ലോജിക്കായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയാന്നുള്ളത് കവിഞ്ഞിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ മനുഷ്യകുലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞ കുലം തന്നെ ഇല്ലാതാവുന്ന സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അത് അവിടെ ഇരിക്കട്ടെ. അതായത് ആ സ്റ്റാറ്റിസ്റ്റിക്സിനോടൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് പറ്റുന്നില്ല. ഓക്കെ. രണ്ടാമത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ ഉള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം പങ്ക് പറഞ്ഞ പോലെയുള്ള ഈ ശാസ്ത്രീയമായിട്ട് ആനയുടെ എണ്ണത്തിലുള്ള വർധനവ് ഉള്ള സമയത്ത് തന്നെ ഈ ഓരോ വർഷവും അതായത് നാച്ചുറൽ ഡെത്ത്, അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചും അതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചും മരണപ്പെടുന്ന ആനകളുടെ എണ്ണം നോക്കിയത് ഇനിയിപ്പോ ഈ വേനൽക്കാലത്ത് പല സ്ഥലങ്ങളും ആനകൾ ചരിഞ്ഞ നിലയിൽ കാട്ടിനകത്ത് കണ്ടെത്തി എന്നുള്ള വാർത്തകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. നോക്കാം. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ആ കപ്പാസിറ്റി പ്രകാരം നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ആശ്രയിച്ച് നമുക്ക് ഇപ്പൊ പോകാൻ പറ്റൂല. കാരണം ജനങ്ങളും കൂടെ കാടിന്റെ അതിർത്തിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളും വനവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ അകന്ന് നിൽക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് സമ്മതിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ അലക്സ് ഒക്കെ പറഞ്ഞതുപോലെ ഒരാളെ കൊന്ന ആനയുണ്ട്, ആ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യത്തിന് ശക്തി ഉണ്ടാകും. അതിനെന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അടിയന്തര ഇടപെടൽ ആ തരത്തിൽ തന്നെയാണോ നടത്തേണ്ടത്? ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ പറ്റുമൊന്നുമില്ല. കാരണം ഇപ്പോ ഒരു ശത്രുത കാണിച്ച ഒരാളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ആനയും മനുഷ്യനെല്ലാം ഒരുപോലെ ഞാൻ കാണും. അതുകൊണ്ട് ശത്രുത കാണിക്കുന്നവരെ അല്ലെങ്കിൽ ഒരാൾ ഉപദ്രവിച്ച ആളെ അപ്പൊ തന്നെ കൊല്ലാറുണ്ട്. ഇപ്പൊ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ഇപ്പൊ അടുത്ത കാലത്ത് ഇവിടുന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അതിനകത്ത് ഒരാളെ പോലും വധശിക്ഷ വധിക്കാതെ അവര് ജീവപര്യന്തത്തിലേക്കും മറ്റു വെറുതെ വിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോ നീതിന്യായ കോടതിയൊക്കെ ഉണ്ട്. വന്യജീവികളെ സംബന്ധിച്ച് അവർക്ക് ഏത് കോടതിയാണുള്ളത്? അപ്പം ആന എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആന ആ പ്രകോപിതരാവാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യം. ആനയ്ക്ക് മനുഷ്യന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങളും ഉപദ്രവങ്ങളും ശല്യങ്ങളും അതുപോലെ പീഡനങ്ങളും ഒട്ടനവധി തവണ സംഭവിക്കുന്ന സമയത്താണ് അവൻ കൂടുതലും ഈ പറഞ്ഞ ഏതെങ്കിലും രീതിക്ക് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുന്നത്. അങ്ങനെയാണ് അവർ വയലൻസിലേക്ക് പോകുന്നത്. അതും ഒരിക്കൽ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് എപ്പോഴും വയലൻസിലേക്ക് പോകുന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആന ആ ഒരു കാരണം കൊണ്ട് കൊല്ലണം എന്ന് പറയുന്ന ഈ കിഫയുടെ വാദത്തോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഒരിക്കൽ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരാളെ ചവിട്ടി കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കൊല്ലേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. അല്ലാതെ കൊന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ കൊല്ലുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഉടനെ വധിക്കുക എന്നുള്ള നിലയ്ക്ക് അത്രയും പ്രാകൃതമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതൊരു തരം ഒരു തീവ്രവാദ രീതിക്കുള്ള ഒരു ചിന്താഗതിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് ഈ ആന ഇപ്പോ ഈ ആനയുടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും
ഇതൊരു അക്രമകാരിയായിട്ടുള്ള ആന ആയതുകൊണ്ടാവണം ഈ കാട്ടിൽ നിന്ന് അവർ പിടിച്ചിട്ട് കർണാടകക്കാരെ പിടിച്ചിട്ട് റേഡിയോ കോളർ ചെയ്ത് കാട്ടിലേക്ക് വിട്ടത്. അപ്പൊ ഈ റേഡിയോ കോളർ ചെയ്യണമെങ്കിൽ നേരത്തെ ഇതിന്റെ ശരീരത്തിൽ മയക്കുവെടി കൊണ്ടിട്ടുണ്ട്. മയക്കുവെടി കൊണ്ട് അവസാനം അവര് ഈ പിന്നെ ആന്റിഡോട്ടൊക്കെ കൊടുത്ത് കാട്ടിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് വീണ്ടും ഇതിന്റെ ശരീരത്തിൽ ഇതിന്റെ ഒരു എന്താണ് കെമിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു അളവിൽ തന്നെ നിലനിൽക്കും. നമ്മൾ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും ആ ഡോസ് അകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ വീണ്ടും 2-3 ഡാർട്ടുകൾ കൊള്ളേണ്ട ഒരു അവസ്ഥയിലാണ് അത് നമുക്ക് ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം. ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷംസാദ്, ആ പ്രദേശവാസികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് പോലുമുള്ള ആവശ്യം അവിടുന്ന് ഉയരുന്നുണ്ട്. തണ്ണീർക്കൊമ്പന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ, ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അവരോടൊപ്പം നാളിതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഒരു അസാധാരണ സംഭവത്തിൽ മരണപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ജനതയുടെ പ്രതികരണത്തിനെ നമുക്ക് മീറ്റർ വെച്ച് അളക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അവരുടെ പ്രതികരണം സ്വാഭാവികമാണ്, അത് വൈകാരികവുമാണ്. അത് പല രീതിയിലുള്ള പ്രതികരണം. ഞാനിപ്പോ നിൽക്കുന്ന ആശുപത്രിയിൽ പോലും സമരം നടക്കുകയാണ്, റോഡുകൾ ഉപരോധിക്കുകയാണ്, ടൗണുകൾ മുഴുവൻ ബ്ലോക്കാണ്. അപ്പൊ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മളുടെ നിയമപരമായി നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള നടപടികളാണോ എടുക്കേണ്ടത് ആ നടപടികൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉചിതമായ തീരുമാനം. ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ പോകും. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധത്തെയും ജനങ്ങളുടെ വികാരങ്ങളെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക, അവരെ കൂടി കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കൃത്യമായി നടക്കണം. ജനങ്ങൾ കൺവിൻസ് ചെയ്യണം. അവരുടെ ഫാമിലിയെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുണ്ട്. അവരുടെ പരിസരവാസികൾ, പ്രദേശം, അവരുടെ ഭീതി, ഇതെല്ലാം ഉണ്ട്. പിന്നെ ചില വീഴ്ചകൾ അവർ പറയുന്നുണ്ട്. അത് ഗൗരവതരത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ വീഴ്ചകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഇഷ്യൂ ബേസ്ഡ് സിസ്റ്റത്തെ അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് എപ്പോഴും വേണ്ട സസ്റ്റൈനബിൾ ഒരു സിസ്റ്റമാണ്. ശരി, ഷംസാദ്, അവിടെ തന്നെയാണ് ചോദ്യം ഉയരുന്നത്. കാരണം ഈ വയനാട് എന്ന ജില്ല വാർത്തകളിൽ നിറയുന്നത് ഇപ്പോൾ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ 1, 2, 3 ഉദാഹരണങ്ങളല്ല, നിരവധിയായി എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇടമായി വയനാട് മാറുന്നു എന്നത് കൂടിയാണ് നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ടി വരുന്നത്. വയനാടിന്റെ മറ്റെല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയാൽ ഇതൊരു പ്രധാന പ്രശ്നമായി മാറുകയാണ്. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിൽ ചില പ്രഖ്യാപനങ്ങളും ഇടപെടലുകളും ഒക്കെ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം ഉണ്ടാവുന്നു, അതൊക്കെ ശമിപ്പിക്കാൻ നിങ്ങളൊക്കെ ഇടപെടുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലേക്കൊരു കാര്യക്ഷമമായ ശാസ്ത്രീയമായ ഇടപെടലിലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ വരാൻ പറ്റാത്തത്? ഇത് വളരെ ന്യായമായാണ് ചോദ്യമാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇടപെടുന്നതിന്റെ പരിമിതികളും പരാധീനതകളും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. കാരണം വന്യമൃഗശല്യം പരിഹരിക്കണമെങ്കിൽ കാടും നാടും വേർതിരിക്കുക എന്നുള്ള ആവശ്യമാണ് വയനാട്ടുകാർ നിരന്തരമായി നമ്മൾ എല്ലാവരും മുന്നിൽ വെക്കുന്നത്. അതില് പക്ഷെ ഒരു ശാസ്ത്രീയമായി നമ്മൾ ഇതുവരെ അങ്ങനെ തെളിയിക്കപ്പെട്ട ഒരു മെത്തേഡ് നമുക്ക് പറയാനില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. പക്ഷെ ലഘൂകരിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പല രീതിയിലുള്ള മിറ്റിഗേഷൻ മെത്തേഡുകൾ, ട്രെഞ്ചായിട്ടും സോളാർ ഫെൻസിംഗ് ആയിട്ടും മറ്റു പല കാര്യങ്ങളും നമ്മൾ, പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. അതിന് വേണ്ടത് വലിയ സാമ്പത്തികം വേണം. കാരണം ഈ പദ്ധതികൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, സാമ്പത്തികം വേണമെന്ന്. ഇപ്പൊ വയനാട് പാക്കേജ് എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിച്ച ജില്ലയാണ് വയനാട്. 7000 കോടി രൂപയുടെ, നമ്മൾ 475 കോടി രൂപയുടെ പ്രപ്പോസലാണ് വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഇതുവരെ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തത വരുത്താൻ, അതായത് ഈ വനം വകുപ്പിന്റെ പ്രധാന ചുമതല വനസംരക്ഷണമാണ്. അതിനും ശേഷമേ ഒരുപക്ഷെ ഈ വന്യമൃഗങ്ങളും ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ വിഷയത്തിൽ ഒരു പരിഹാരത്തിനുള്ള പരിഗണന അവരുടെ ലിസ്റ്റിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൂ. പരമ്പരാഗതമായി ബജറ്റുകളിലൊക്കെ വനം വകുപ്പിന് കൃത്യമായ ഫണ്ടുകൾ അനുവദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടുകളൊക്കെ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉതകുന്ന പദ്ധതികളും അത്തരം നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വനത്തിനുള്ളിൽ സംഭവിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം പെരുകുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇക്കാര്യത്തിൽ പുറത്തു വരുന്ന അഭിപ്രായങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായി വിഷയങ്ങളെ വിവക്ഷിക്കാൻ കഴിയുന്ന ഒരു രേഖ തയ്യാറാക്കാൻ പോലും നമ്മുടെ അജണ്ടകളിലോ പദ്ധതികളിലോ ഒന്നും വരുന്നില്ലോ. എന്ത് പറ്റുന്നു? നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ആ വിഷ്വൽസ് എടുത്തോളൂ. ഫോറസ്റ്റുകാർ ആനയെ ഡാർട്ട് ചെയ്യുമ്പോൾ കയ്യിലുള്ളത് ഒരു ലാത്തിയാണ്. കടുവയെ തെരഞ്ഞു പോകുന്ന വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരു ലാത്തിയും ഒരു ഷീൽഡുമാണ്. രാത്രി ഒരു മൃഗത്തെ സെർച്ച് ചെയ്യാൻ ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ഇതാണ് വയനാട്ടിലെ വനം വകുപ്പിന്റെ അവസ്ഥ. ബഡേരി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് മേപ്പാടിയിൽ. ഏറ്റവും കൂടുതൽ ആന ആക്രമണം നടത്തുന്ന സ്ഥലമാണ്. അവിടെ സഞ്ചരിക്കുന്നത് ഒരു സ്കൂട്ടറോ ബൈക്കോ ഉപയോഗിച്ചിട്ടാണ് വാർഡർമാർ പോകുന്നത്. ഇത്രയും മോശം സ്ഥിതിയിലാണ് വനം വകുപ്പ്. വനം വകുപ്പ് മന്ത്രി ഇതൊക്കെ അറിഞ്ഞാലും അദ്ദേഹം ഉടനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം ഒരു സർവകക്ഷി യോഗം വിളിച്ച് അഭിനന്ദിച്ചു പോകുന്ന ഒരു വനം വകുപ്പ് മന്ത്രിയാണുള്ളത്.
ഒരു ശാസ്ത്രീയമായ സംവിധാനവും വനം വകുപ്പിന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വയനാട്ടിൽ നിന്ന് പറയുന്നു, ഇവിടെ ഇല്ല. ഇപ്പൊ രാത്രിയിൽ നമുക്ക് ആനയെ ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചാൽ മതി. അത് വനം വകുപ്പിന്റെ കയ്യിലില്ല. ഒരു AI സിസ്റ്റം വരുന്ന കാലത്ത് ഒരു അലാറം സെറ്റ് ചെയ്യുന്ന ക്യാമറ സിസ്റ്റം നമുക്ക് ചെയ്യാം. അത് നമ്മളെ കയ്യിലില്ല. ആകെ 7 കൂടുണ്ട്. 3 സ്ഥലത്ത് കടുവ ഇറങ്ങിയാൽ ഒരു കൂട് അപ്പുറത്തെ ജില്ലയിൽ പോയി കടം വാങ്ങണം ഈ ജില്ലക്കാർ. ആ സ്ഥിതിയുള്ള ഒരു ഗതികെട്ട ഒരു ജില്ലയായി വയനാട് നിൽക്കുകയാണ്. പിന്നെ 50 കോടി രൂപയാണ് വനം വകുപ്പ് വന്യമൃഗ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തത്. ഇപ്രാവശ്യം അത് 48 കോടിയാണ്. ഈ 48 കോടിയെ വനം വകുപ്പിന്റെ 14 ജില്ലയിലേക്ക് ഡിവൈഡ് ചെയ്ത് എത്ര രൂപ കിട്ടും ഇവിടെ വയനാട് ജില്ലയ്ക്ക്? 1 കിലോമീറ്റർ കൽമതിൽ പണിയണമെങ്കിൽ 1.25 കോടി രൂപ ചെലവുണ്ട്. ഞങ്ങൾക്ക് 4 കോടി രൂപ കിട്ടിയ 2 കിലോമീറ്റർ കൽമതിൽ പണിയാ. ഇതുകൊണ്ട് എങ്ങനെ ഇത് പരിഹരിക്കുക? അതായത് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മനുഷ്യനും വന്യജീവി തമ്മിലുള്ള ആക്രമണം തടയുക എന്നുള്ള ആ പ്രയോറിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. യെസ്, അത് വളരെ കറക്റ്റുമാണ്. അതാണ് എൻ്റെ സാഹചര്യം. ശ്രീ അലക്സ്, ഒരു കാര്യം കൂടി, നമ്മൾ ഈ ആനയെ വെടിവെച്ച് കൊല്ലണം തുടങ്ങിയുള്ള വൈകാരിക പ്രതികരണം, ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർ ആ മേഖലകൾ ഇടപെടുന്നവരാണ്, അതുകൊണ്ട് സ്വാഭാവികമായി അതിനെ അങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാവാം, ഞങ്ങൾ അങ്ങനെ അതിനെ കാണുകയാണ്. പക്ഷേ അതിനപ്പുറം നമുക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് ചില ശാസ്ത്രീയമായ ചില ഉത്തരങ്ങൾ ഉണ്ടാവണം. അവിടെയാണ് അല്പസമയം മുമ്പ് ഈ ഷംസാദൊക്കെ പറഞ്ഞ കാര്യത്തിൽ പ്രസക്തി ഉണ്ടാവുന്നത്. വനം വകുപ്പിൻ്റെ ഈ വന്യജീവി ആക്രമണം തടയാനുള്ള ഇടപെടൽ, അത് ഒരുപക്ഷെ സോളാർ ഫെൻസിങ് ആവാം, അതല്ലെങ്കിൽ ട്രെഞ്ചുകൾ സ്ഥാപിക്കാവാം, അല്ലെങ്കിൽ വലിയ കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കുന്നതാവാം. ഇത്തരം പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിയാണ്. ഇത് നമ്മൾ കുറേ വർഷങ്ങളായി കണ്ടുവരുന്ന പൊതുരീതിയാണ്. അതിനപ്പുറത്തേക്ക് കാലം മാറിയപ്പോൾ രീതികളും വനത്തിൻ്റെ സ്വഭാവവും മൃഗങ്ങളുടെ സ്വഭാവവും മനുഷ്യവും മൃഗങ്ങളുമായി ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് എന്താണ് ഈ പ്രദേശങ്ങളിലെ സാഹചര്യം എന്നുള്ളൊരു പഠനത്തിലേക്കോ അത്തരം ഇടപെടലുകളിലേക്കോ പോകുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടാവുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് പറയാം, ഇതൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അല്ല സഞ്ജിത്ത്. ഇത് നിയമപരം 100% നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 11A പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഈ ആന വെടിവെച്ചുള്ള ഉത്തരവിടാം. കൃത്യമായിട്ട് പ്രൊവിഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാം. 2 പ്രൊവിഷൻ നിലവിലെ നിയമത്തിലുണ്ട് ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ സംശാദ് മറിക്കാരനെ പോലെ അവിടെ ഇവിടെ തൊടാതെ അഴകുഴപ്പം നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാരെ ഏറ്റവും വലിയ ശാപം. എന്തുകൊണ്ടാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സംശാദ് മറിക്കാരന് ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പറയാൻ ധൈര്യമില്ലാത്തത്? ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യപ്പെടാൻ എന്താ സംശാദ് മറിക്കാരൻ നട്ടലില്ലാത്തത്? അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. നിയമവിരുദ്ധമായ കാര്യമല്ലല്ലോ ചോദിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധിയല്ലേ ഈ സംശാദ്? എന്തുകൊണ്ടാണ് ഇവർക്ക് നട്ടലില്ലാത്തത്? കൃത്യമായിട്ട് നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാൻ. അതിന് പകരം വനംവകുപ്പിന് ലാത്തിയില്ല, ടോർച്ചില്ല എന്ന് പറഞ്ഞ് വനംവകുപ്പിനെ വെള്ളപൂശുന്ന നിലപാടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ എടുക്കുന്നത്. അത് മാറണം. ഇഫ പറയുന്നത് കൃത്യമായിട്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിലവിലുള്ള നിയമത്തിലുള്ള പ്രൊവിഷൻ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിപ്ലവം നടത്തുന്ന ഇഫ പറയുന്നില്ല. നിയമവിരുദ്ധമായ ഒരു കാര്യവും പറയുന്നില്ല. വന്യമൃഗ സംരക്ഷണ നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ സെക്ഷൻ 11A ഉണ്ട്. അത് പ്രയോഗിച്ച് ഇവിടെ വന്യമൃഗങ്ങളെ കൊന്നിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ. അത് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. അതിനുള്ള ആർജവം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ല എന്നുള്ള പ്രശ്നം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കരിങ്കൽ ഭിത്തിയും ഈ ട്രെഞ്ചും ഈ സോളാർ ഫെൻസിംഗ് ഒന്നും ഇതിനുള്ള പരിഹാരമല്ല. ഇതൊക്കെ ക്യാൻസർ രോഗത്തിന് അമൃതാജൻ തേക്കുന്ന പോലത്തെ പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകി. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. രണ്ടാമത്തെ കാര്യം, ഈ വന്യമൃഗങ്ങൾക്കുള്ള നിയമ സംരക്ഷണം അത് എൻഡേഞ്ചർഡ് സ്പീഷീസിന് മാത്രമായിട്ട് ചുരുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. എൻഡേഞ്ചർഡ് സ്പീഷീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അമേരിക്കയിൽ. അതിൽ വംശനാശ ഭീഷണിയുള്ള മൃഗങ്ങൾക്ക് മാത്രമാണ് അവിടെ സംരക്ഷണം ഉള്ളത്. അല്ലാത്ത മൃഗങ്ങൾക്ക് സംരക്ഷണമില്ല. ഇവിടെ എല്ലാ മൃഗങ്ങൾക്കും, എന്തിന് കുരങ്ങിനും കാട്ടുപന്നിക്കും അടക്കം ഇവിടെ നിയമ സംരക്ഷണമാണ്. എന്ത് അസംബന്ധമായിട്ടുള്ള ഒരു നിയമം ഇത്? അത് മാറ്റണമെന്ന് പറയാൻ ആർജവമുള്ള ഒരൊറ്റ പ്രതിനിധി പാർലമെന്റിലോ നിയമസഭയിലോ ഇല്ല, പഞ്ചായത്ത് സ്ഥലത്തിൽ പോലും ഇല്ല. ഇത് ആവശ്യമുള്ളതിനല്ലേ സംരക്ഷിക്കേണ്ടത്? എന്തിനാണ് ഈ ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങളെ നിങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യം? അതല്ലല്ലോ, ലോകം മുഴുവൻ അങ്ങനെയല്ല. കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, അമേരിക്കൻ ബാൾഡ് ഈഗിൾ എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ്. അമേരിക്കയുടെ സിംബലിൽ, അമേരിക്കയുടെ പതാകയിലും അമേരിക്കയുടെ സീലിലും ഉള്ള പക്ഷിയാ. ആ പക്ഷിക്ക് 30 വർഷം എൻഡേഞ്ചർഡ് സ്പീഷീസിന്റെ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. പക്ഷെ 2007 അവരതിനെ മാറ്റി. കാരണം അതിന്റെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ ഈ പ്രൊട്ടക്ഷൻ റിമൂവ് ചെയ്തു. ഇപ്പൊ അതിന് പ്രൊട്ടക്ഷൻ ഇല്ല. അതുപോലെ അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഇതിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നിയമപ്രകാരം എല്ലാ മൃഗങ്ങൾക്കും ഏത് ഷെഡ്യൂളാണോ അതിന് എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണോ അല്ലയോ ഇതൊന്നും നോക്കാതെ ലോകം മുഴുവൻ പ്രൊട്ടക്ഷൻ നൽകുകയാണ്. അങ്ങനെയല്ല, റവന്യൂ ഭൂമിയിൽ ഈ പറയുന്ന ഒരു മൃഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് പ്രൊട്ടക്റ്റഡ് ഏരിയ, വനത്തിനുള്ളിലും പ്രൊട്ടക്റ്റഡ് ഏരിയയിലായിട്ട് സംരക്ഷണം നിർത്തണം. 2, അതിന്റെ സ്റ്റേറ്റസ് നോക്കണം, എണ്ണം നോക്കണം. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം. അല്ലാതെ ട്രെഞ്ച് കുഴിക്കൽ സോളാർ ഫെൻസ് ഒന്നും ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരമേ അല്ല. അതൊക്കെ സാധാരണഗതിയിലുള്ള എന്താ പറയുക ഒരു മുട്ടാപ്പോക്ക് പരിഹാരം മാത്രമാണ്. ഷംസാദ് തുടരുന്നുണ്ട്. ഷംസാദ്, താങ്കൾ അടക്കമുള്ള ജനപ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ മടിക്കുന്നു, എന്തിനാണ് വകുപ്പിനെ ന്യായീകരിക്കുന്നു എന്നാണ് ചോദ്യം. അതെ, ഞാൻ 2 സമയം തരണം. ഒന്ന്, ജനങ്ങളോടൊപ്പം നിൽക്കണോ വേണ്ടയോ, ജനങ്ങളോടൊപ്പം ആണോ അല്ലേ എന്നൊക്കെ വയനാട്ടിലെ ജനങ്ങൾ എന്നെ കുറിച്ച് പറയും. അതൊന്ന്. 2, നമ്മൾ ഇതിനകത്ത് വനം വകുപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ആ വാദം.
വനം വകുപ്പിന്റെ അവസ്ഥയെയാണ് കാണിച്ചത്. ഇത്രമേൽ ക്രൈസിസ് ഉള്ള ഒരു ജില്ലയിൽ പോലും വനം വകുപ്പിന്റെ സംവിധാനം എന്ന് പറയുന്ന ഇതാണ്. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും ഇത്രയും ഗതികെട്ട ഒരു വനം വകുപ്പ് സംവിധാനം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ ആളുകൾക്ക് കയ്യിലേക്ക് വേണ്ട എക്യുപ്പൈഡ് ആക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ കാര്യം തന്നെയാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പിന്നെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നതും കൊല്ലുക എന്ന് പറയുന്നതും കുറെ കാലമായി കിഫയുടെ ആളുകൾ പറയുന്നതാണ്. കുറെ നിയമത്തെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ കങ്കാരുവിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമുണ്ട്. ആ നിയമം ഉപയോഗിക്കണം. ആ നിയമം ഉപയോഗിക്കേണ്ടത് ആരാണ്? ഉപയോഗിക്കണം, സർക്കാർ ഉപയോഗിക്കണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉപയോഗിക്കണം, അല്ലെ കളക്ടർ ഉപയോഗിക്കണം. ഇവിടുത്തെ ഭരണം ചെയ്യണം. ഇപ്പോ ഇവര് പറയുന്നത്, കാരണം ഞാൻ ഇത് ഒരിക്കൽ ഇവരോട് പറഞ്ഞതാണ്, ഇവരുടെ ഈ വാദം കേട്ട് നമ്മൾ ഒരിക്കൽ കളക്ടറുമായി സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് കളക്ടർക്ക് ഇത്തരത്തിൽ ഉത്തരവിട്ടുകൂടാണ്. അതിന് അവരുടേതായ ഒരു ന്യൂസ് പറയുന്നു. ഇവിടെ ഈ നിയമമുണ്ട് എന്നൊരു വിഭാഗം പറയുന്നു. അപ്പൊ ഇത് അവര് പറയുന്നത് നമുക്കൊരു ഒരു മൃഗം ഇറങ്ങി ആ മൃഗത്തെ ക്യാച്ച് ചെയ്യാനോ മാറ്റി തുരത്താനോ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ ഉണ്ടാവില്ല എന്നും, ക്യാച്ച് ചെയ്യാനോ നമുക്ക് അതിനെ തുരത്താനോ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിലാണ് ഈ നിയമത്തെ കുറിച്ച് ആലോചിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മാനപാണ്ഡ്യർ എന്ന കളക്ടർ 87 വെടിവെച്ച് വന്ന എങ്ങനെയാ? അത് നൂൽപ്പുഴയിൽ നമ്മൾ കടുവയെ വെടിവെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? നിങ്ങൾ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഡിമാൻഡ് ഉന്നയിക്കാതിരിക്കുന്നില്ല. നമ്മൾ ഡിമാൻഡുകൾ ഉന്നയിക്കുന്നില്ല. നമ്മൾ പറയുന്നത് പോലെ നിങ്ങളൊരു ഡിമാൻഡ് ഉന്നയിക്കുമ്പോൾ തയ്യാറാവുന്നില്ലല്ലോ. ആനയെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം എന്നാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്. ഈ ആന വീണ്ടും വരില്ല, നിങ്ങൾക്ക് എന്താ ഉറപ്പിരിക്കുന്നത്? ആളെ കൊന്ന ആനയെ വെടിവെച്ചുള്ള നിയമത്തിൽ അത് കറക്റ്റ്. ആനയെ ആക്രമിച്ച് കൊന്നു കഴിഞ്ഞാൽ ആനയെ നമുക്ക് വെടിവെക്കാം, കടുവയെ നമുക്ക് വെടിവെക്കാം. മാൻ ഹീറ്റർ ആണ് എന്ന് നമുക്കത് പ്രഖ്യാപിക്കപ്പെട്ടാൽ നമുക്കതിനെ ചെയ്യാം, അതിന് തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് താങ്കൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ കാടിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണം കൂടി, ആ എണ്ണം കൂടിയത് കൊണ്ട് കൊല്ലാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് പറയും. അതൊന്നും കേവലം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടോ ഒരു വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ഇവിടുത്തെ ഒരു MLA നടത്തിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ലാന്നൊരു ബോധ്യമുണ്ട്. ആ നിലപാട് ആ ബോധ്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം. ഇപ്പൊ കുരങ്ങ് എന്ന് പറയുന്നതിനെ ഷെഡ്യൂൾഡ് 1 ഉൾപ്പെടുത്തി. അത് വയനാട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രതികരിച്ചത് കൊണ്ടോ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്ന് പറഞ്ഞത് കൊണ്ടോ അതിനകത്ത് എന്ത് തീരുമാനം ഉണ്ടാകാനുള്ളതാണ്? ജനങ്ങൾ കൂടുതൽ പ്രകോപനം, ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങൾ കൂടുതൽ പ്രകോപിതരായി നിൽക്കുമ്പോൾ, ജനങ്ങൾ അതിവൈകാരികമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആനയെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത്, ജനങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു ചേട്ടൻ കമന്റ് ചെയ്തു, കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ വൈകാരികതയാണ് പറഞ്ഞത്. വനംവകുപ്പിന്റെ തോക്ക് വാങ്ങി ഞങ്ങൾ വെടിവെക്കേണ്ട സാഹചര്യമാണെന്ന് വരെ പറയുന്നുണ്ട്. ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ എരിതീയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ഒരു ജനപ്രതിയുടെ തീരുമാനമായി ഞാൻ കണക്കാക്കുന്നില്ല. ആനയെ കൊല്ലുന്നതിനോ ആനയെ നിങ്ങൾ പറ, എന്താ അതിന്റെ പരിഹാരം? അല്ല, ഇപ്പോ ഉള്ള പരിഹാരം എന്ന് പറയുന്നത് ആന ഇപ്പോ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നിങ്ങളിത് പറയാൻ സമ്മതിക്കും. ഞാൻ പറയുന്നത് ആന ഇപ്പോ ഉള്ളത് നിരീക്ഷണത്തിലാണ്, അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു ഇതിനകത്ത് ഒരു പ്രോപ്പർ ഒരു കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള വാദം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പറയുന്നു കർണാടകയിൽ നിന്നും ആന വരുന്നതിന് സിഗ്നൽ ലഭിച്ചില്ല എന്ന് പറയുന്നു. സിഗ്നൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇതൊന്നും നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് പറയുന്നത് ഞാനിപ്പോ ഫോണിലാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒന്ന് താങ്കൾ കേൾക്കും. അതായത് ഈ സിഗ്നൽ ലഭിച്ചിട്ടില്ല, കർണാടക കൊടുത്തിട്ടില്ല എങ്കിൽ അത് വളരെ മോശം ഒരു കാര്യമാണ്. പക്ഷെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. അത് വനം വകുപ്പ് മേധാവിയോ വനം വകുപ്പ് മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ഇടപെട്ട് ആ സിഗ്നൽ നമുക്ക് ലഭിക്കുകയും ആനയെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു മരണം നടക്കില്ലായിരുന്നു. 1. 2, ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുന്നതിന് ജനങ്ങൾക്ക് കൃത്യമായ വിവരം കൊടുക്കുകയും അവർ ജനങ്ങളെ സേഫായി മാറ്റി നിർത്താനുള്ള നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പറയേണ്ടത് വനം വകുപ്പാണ്. ഈ 2 കാര്യം. പിന്നെ ആനയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതും ആനയെ കാട്ടിലേക്ക് കയറ്റുക എന്നുള്ളതും 2 രീതിയിലും എടുക്കാം. ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് നമുക്ക് ഇവിടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്, ആ മീറ്റിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനതൊരു ചാനൽ ചർച്ചയിലൂടെ വന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം ആ മീറ്റിംഗിന്റെ ഡിസ്കഷൻ പറയുന്നതാണ്. 2 സെക്കൻഡ്.
ഈ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കിഫയുടെ ഭാഗത്തു നിന്ന് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരു വാദമാണ്. വയനാടിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മൃഗങ്ങൾ ട്രാവൽ ചെയ്യുകയും വരികയും പോവുകയും ചെയ്യുന്ന ഒരു കാടാണ് വയനാടൻ കാടുകൾ. ആ വയനാടൻ കാടുകളിൽ നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി, പണ്ട് നമ്മൾ കുറച്ചുകൂടി സ്ക്വയർ കിലോമീറ്റർ ഒരു ക്യാമറ എന്നുള്ളത് ഈ ലോകത്ത് വന്യമൃഗശല്യത്തെ കുറിച്ച് ഇത്രയും ആധികാരികമായി സംസാരിക്കാനുള്ള ഏക സംഘടന കിഫിയ. താങ്കൾക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെ ഒരു ധാരണയും താങ്കൾ വെക്കും. താങ്കൾ എല്ലാ ചർച്ചയിലും പറയും ഇവിടെ ജനപ്രതികൾ കൊള്ളത്തില്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊള്ളത്തില്ല, കിഫ മാത്രമാണ് ഇവിടെ കൊള്ളുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് താങ്കൾ സംസാരിക്കാറുള്ളത്. അങ്ങനെ കിഫ എന്ന് പറയുന്ന ഒരു സംഘടന വിചാരിച്ചിട്ടൊന്നും അല്ല വയനാട്ടിൽ ഇത്രയും കാലം ജനങ്ങൾ നിന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, നിങ്ങൾ അത് ആദ്യം തിരുത്തുക. ഏത് സ്ഥലത്ത് ഒരു പ്രയാസം ഉണ്ടെങ്കിലും അവിടെ ജനങ്ങൾ കുറച്ച് വൈകാരികമായി നിൽക്കുകയും ജനങ്ങൾ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും അതിനിടയിൽ വന്ന് കൂടുതൽ അതിവൈകാരികത ഉണ്ടാക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളാണ് ഈ കുഴപ്പം നമുക്ക് സംഭവിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ന്യായമായ ജനങ്ങൾ വൈകാരികമായി ജനങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊരു തർക്കമില്ല. ഒരിക്കലും ഈ വനം വകുപ്പിന് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ അത് കുഴപ്പമില്ല. ഈ രീതിയിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട സിഗ്നലുകൾ കിട്ടിയില്ലെങ്കിലും വാങ്ങിയെടുക്കുന്നതിനോട് പരാജയം തന്നെയാണെന്ന് പറയുന്നത് വനം വകുപ്പിന്റെ വെള്ളപൂശലല്ല. എന്തായാലും ഈ ചർച്ചയിലേക്ക് താങ്കൾ പങ്കെടുക്കുകയും അതിൽ താങ്കളുടെ അഭിപ്രായം പറയുകയും ചെയ്യുമല്ലോ. എന്തൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ പറയുക? ഒന്ന്, ചോദ്യം ഉന്നയിക്കേണ്ടത് ഞങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കേരള മേഖലയിൽ വന്നിട്ട് തിരിച്ചറിയപ്പെടാതെ പോയത്? മറ്റൊന്ന്, ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരാളെ വന്ന് കൊലപ്പെടുത്തിയ ആനയെ വെടിവെച്ച് കൊല്ലാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത്തരം ആലോചനകൾ ഉണ്ടാകുമോ? മൂന്നാമത് ഒരു കാര്യം കൂടി, വയനാടിന്റെ വനമേഖലകൾക്ക് പ്രത്യേകതയുണ്ട്. അത് കർണാടകയുമായി ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ്. കേരളത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് വിഭിന്നമായ സ്വഭാവമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ എന്തുകൊണ്ട് വൈകുന്നു? ഒരു കാര്യം കൂടി, വനം വകുപ്പിന്റെ പ്രാഥമിക സൗകര്യങ്ങൾ അത് പരിഹരിക്കാൻ എന്താണ് ശാശ്വത പരിഹാരം? ഈ കാര്യങ്ങൾ കൂടി താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഉറപ്പായും ഈ കാര്യങ്ങൾ ഞാൻ അത് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞത്. ഈ സിഗ്നൽ ലഭിച്ചിട്ടിരുന്നോ, അതിൽ നമുക്ക് കൃത്യമായി ലഭിച്ചിരുന്നോ, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയിരുന്നോ, അതല്ലെങ്കിൽ അവർ പാളിച്ച പറ്റിയോ എന്നുള്ളത് വനം വകുപ്പിന്റെ DFO വരണം. അദ്ദേഹം അത് പറയണമല്ലോ, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയണം. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കർണാടകയും മാത്രമല്ല തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. പിന്നെ നേരത്തെ കിഫയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഉന്നയിക്കണം. അതിനോടൊപ്പം തന്നെ ഈ കുറച്ചുകൂടി എക്യുപ്പൈഡ് ആക്കുക എന്ന് പറയുന്നത് ഞാൻ വനം വകുപ്പിനെ വെള്ളപൂശാൻ വേണ്ടിയല്ല. കാരണം കുറച്ചുകൂടി എക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിച്ചാൽ വയനാട്ടിലെ ആളുകൾക്കാണല്ലോ അതിന്റെ ഗുണം സ്വാഭാവികമായി ലഭിക്കുക. തീർച്ചയായിട്ടും. എന്തായാലും ജനപ്രതിനിധികളുടെ ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവാൻ ഞങ്ങളും കരുതുന്നു. എന്തായാലും വിഷയം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. എന്തായാലും കേളു MLA കൂടി പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ജനങ്ങളുടെ വികാരം കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജനങ്ങൾ പൊതുസമൂഹം വയലന്റ് ആണ്. അപ്പൊ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മാറ്റുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഈ ആന ഇപ്പോൾ ജനവാസ കേന്ദ്രത്തോട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആനയെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൂന്നാമത്തെ വിഷയം, ഇപ്പോൾ ബോഡി നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും SP-യും എല്ലാവരും കൂടി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പോൾ ഓൺ ദി വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ജനപ്രതിനിധികൾ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തട്ടെ. വയനാട് നേരിടുന്ന അതിഗുരുതരമായ ഈ പ്രതിസന്ധി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമ്മൾ വയനാട് നിന്നും പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാടും ഇത്തവണ ഈ കാട്ടാന ശല്യമാണ് രൂക്ഷമാകുന്നത്. പാലക്കാട് പുതുശ്ശേരി പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കുകയാണ് കാട്ടാന ചെയ്തത്. 12 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് പല ഭാഗങ്ങളിലായി കാട്ടാന കൃഷി നശിപ്പിച്ചത്. പാടത്തിന് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലിയും കാട്ടാനകൾ തകർത്തു.
സംസ്ഥാനം നേരിടുന്ന അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ന്യൂസ് ട്രെൻഡ്സ് കടന്നുപോയത്. വയനാട് ജില്ല അതിഗുരുതരമായ ഒരു വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ നേരിടുന്നു. കാട്ടാനയും കടുവയും ജനജീവിതത്തെ ഇത്ര കണ്ട് ദുസ്സഹമാക്കുന്ന ഒരു കാലഘട്ടം ആ ജില്ല നേരിടുന്നില്ല. അതിന് പല പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവട്ടെ. ന്യൂസ് ട്രെൻഡ്സിൽ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വിഷയവുമായി വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇനിയൊരു ഇടവേളയിലേക്ക്.